نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أما بعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം അഥവാ നമുക്കെല്ലാവർക്കും അറിയാം, ഓഗസ്റ്റ് 15 അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കപ്പെട്ടൊരു ദിവസമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി ആ ദിവസം ആഘോഷിക്കപ്പെട്ടപ്പോൾ സ്കൂളുകളിലും അതുപോലെ മദ്രസകളിലും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ കൊടികൾ ഉയർത്തുകയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സന്ദേശങ്ങൾ നൽകപ്പെടുകയൊക്കെ ഉണ്ടായി. ഇവിടെ നമ്മുടെ ഇന്നത്തെ ജുമാ പ്രസംഗം ഈ സ്വാതന്ത്ര്യ സമര സന്ദേശമായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ നമ്മുടെ പങ്കെന്താണ്? മുസ്ലിമീങ്ങളായ നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൽ എന്ത് ത്യാഗമാണ് സഹിച്ചത്? ഇതൊരിക്കലും നമ്മുടെ പുതിയ തലമുറ വിസ്മരിച്ചുകൂടാ. കാരണം ചരിത്രം വിസ്മരിക്കപ്പെടുകയാണ് എങ്കിൽ നമ്മുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ചരിത്രം രേഖപ്പെടുത്തിയവർ അവരെ വിസ്മരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സമീപകാലത്ത് ചരിത്രം കുറിക്കുന്നവർ ആ ചരിത്രം രേഖപ്പെടുത്തിയവരെ വിസ്മരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ സംഭാവന, ഇന്ത്യൻ മുസ്ലിമീങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ ചെയ്ത ത്യാഗം എന്താണ് എന്ന് ഓരോ മുസ്ലിം മക്കളും നമ്മുടെ അടുത്ത തലമുറകളും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണം, പഠിക്കണം. ബഹുമാനികളെ, 1608 കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. കച്ചവടാർത്ഥം. അതിനു മുമ്പും പല ആൾക്കാർ കച്ചവടത്തിന് ഇന്ത്യയിൽ കടന്നു വന്നിട്ടുണ്ട്. അറബികൾ വന്നിട്ടുണ്ട്, പോർച്ചുഗീസുകാർ വന്നിട്ടുണ്ട്. ഒരുപാട് പേര് കച്ചവടത്തിന് ഇന്ത്യയിലേക്ക് വരികയും ചിലവരൊക്കെ അവരുടെ കച്ചവടം അത് ഇന്ത്യക്ക് ഉപകാരപ്പെടുകയും ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത അതുപോലെ തന്നെ ഇന്ത്യയുടെ GDP അത് കാരണം വളരുകയൊക്കെ ചെയ്യുകയുണ്ടായി. എന്നാൽ മറ്റ് ചിലരാണെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് അത് കൊള്ളയടിക്കാനും ഇന്ത്യയുടെ സമ്പത്ത് ഇവിടുന്ന് തട്ടിയെടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയും വന്നവരും അതിനു മുമ്പുണ്ട ഇന്ത്യൻ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. അങ്ങനെ ഒരു സമൂഹം ഇന്ത്യയിലേക്ക് കടന്നു വരികയാണ് 1608. അവര് കച്ചവടം ചെയ്യാൻ ആവശ്യപ്പെട്ടു. അന്നത്തെ രാജാക്കന്മാർ അവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. അങ്ങനെ നീണ്ട 100 വർഷക്കാലം അവർ ഇന്ത്യയിൽ വലിയ കച്ചവടങ്ങൾ നടത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. ഇന്ത്യയിലെ സമ്പത്തുകൾ പതുക്കെ പതുക്കെ അവരുടെ രാജ്യത്തിലേക്ക് കടത്താൻ തുടങ്ങി. ഇന്ത്യയിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള സമ്പത്തുകൾ ഓരോന്നായിട്ട് അവരുടെ രാജ്യത്തിലേക്ക് കടത്താൻ തുടങ്ങി. അങ്ങനെ 100 വർഷം ഇന്ത്യ അവർ എന്തൊക്കെ കടത്താമോ അതെല്ലാം അവർ കടത്തി. 1700കളായി. ശേഷം വീണ്ടും 50 വർഷക്കാലം അവരവരുടെ ഭരണം ഇങ്ങനെ തുടങ്ങി. പല നാട്ടുരാജാക്കന്മാരുമായി അവർ സന്ധിയിലേർപ്പെടുകയും അവിടെയുള്ള വസ്തുക്കളും വിലപിടിപ്പുള്ള വസ്തുക്കളെല്ലാം അവിടെ നിന്ന് അവർ കയറ്റിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യമാണ് പിന്നെ കാണാൻ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം രണ്ടാമത്തെ, അതായത് അവരുടെ 50 വർഷം 1700 ശേഷം ഉണ്ടായിരുന്ന 50 വർഷം
ഇന്ത്യൻ ജനതയ്ക്ക് മേൽ അവരവരുടെ അധികാരം ഉപയോഗിക്കാൻ തുടങ്ങി. ഇന്ത്യൻ ജനത അവരുടെ കീഴിൽ വരണം. ഇന്ത്യൻ ജനതയെ അധികാരം ഉപയോഗിച്ച് അവരുടെ അധികാരവും ആയുധബലവും ഉപയോഗിച്ച് ഇന്ത്യൻ ജനതയെ അടിച്ചമർത്തുന്ന ഒരു ഘട്ടമാണ് അടുത്ത നൂറ്റാണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ നൂറ്റാണ്ടുകളെക്കുറിച്ചൊന്നും പരാമർശിക്കപ്പെടുന്നില്ല. ബ്രിട്ടീഷുകാർ വന്ന കാലഘട്ടം അവിടെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 150 വർഷക്കാലം കഴിഞ്ഞ് എന്ത് സംഭവിച്ചു, ഇവർക്കെതിരെ ആരാണ് യുദ്ധം ചെയ്തത്, ഇവർക്ക് എതിരെ ആരാണ് പട നയിച്ചത് എന്നൊന്നും ചരിത്ര പുസ്തകങ്ങളിൽ ഉണ്ട് പല സ്ഥലങ്ങളിലും. അത് എങ്ങനെയെങ്കിലും വിസ്മരിക്കപ്പെടണം, അതിനെ എങ്ങനെയെങ്കിലും നമുക്ക് വളച്ചൊടിക്കണം എന്ന നിയത്തിലാണ് ഇന്നത്തെ ചരിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1749കളിലും അതുപോലെ തന്നെ 57കളിലും നടന്ന യുദ്ധങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട സിറാജ് ദൗലയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. 1754 അലി വർദി ഖാന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാരെ ആദ്യം പരാജയപ്പെടുത്തുകയുണ്ടായി. ഒരു പക്ഷേ ഇന്ത്യൻ സ്വാതന്ത്ര്യ ചരിത്രത്തിലെ ആദ്യത്തെ യുദ്ധം അതായിരിക്കും. ആദ്യത്തെ യുദ്ധമായി രേഖപ്പെടുത്തേണ്ട യുദ്ധം ആ യുദ്ധമാണ്. ചരിത്ര പുസ്തകങ്ങളിൽ നമുക്കത് കാണാൻ കഴിയും. മറ്റു പല പേരുകളും കൊടുത്ത് ആ യുദ്ധത്തെ ചരിത്ര പുസ്തകങ്ങളിൽ ഇപ്പോഴും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം 1749കളിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ സിറാജ് ദൗലയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിക്കുകയും അങ്ങനെ തന്ത്രങ്ങളിലൂടെയും ചതിയിലൂടെയും 1757 അദ്ദേഹത്തെ ഷഹീദാക്കുകയും ഉണ്ടായി. മുർഷിദാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹത്തെ അവിടെ വെച്ച് ബ്രിട്ടീഷുകാർ വളരെ തന്ത്രത്തോടുകൂടെ അദ്ദേഹത്തെ വധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നമുക്കറിയാം അത് ഇന്ത്യയുടെ മറ്റൊരു ഭാഗത്ത് നടന്നതാണ്. കാരണം ഇന്ത്യ മുഴുവനും അവർ അധീനപ്പെടുത്തിയിരുന്നില്ല. ഘട്ടം ഘട്ടമായി പല പ്രദേശങ്ങളും പതുക്കെ പതുക്കെ പിടിച്ചടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അപ്പോഴാദ്യം അവർ ഉന്നം വെച്ചത് കൽക്കട്ടയാണ്. അവരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തുടങ്ങിയത് അവിടെയായിരുന്നു. അതിനുശേഷം അവരെ ലക്ഷ്യം വെച്ച് വന്നത് നമ്മുടെ തെക്കേ ഇന്ത്യ ഭാഗത്താണ്, തെക്കേ ഇന്ത്യയിലായിരുന്നു. ഇവിടെയുള്ള മിക്ക നാട്ടുരാജാക്കന്മാരുമായിട്ട് അവർ സന്ധിയിലേർപ്പെട്ടു, അവരുമായി ധാരണയിലായി. ആ സമയത്താണ് 1782 കുറച്ചു കാലങ്ങൾ കഴിഞ്ഞ് 30 വർഷക്കാലം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷിനെതിരെ പട നയിക്കുന്നത്. അവിടെ സിറാജ് ദൗല പട നയിച്ചപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും അവിടെയുണ്ടായിരുന്ന ജനങ്ങളെല്ലാം അദ്ദേഹത്തിനോടൊപ്പമായിരുന്നു. എങ്കിൽ ബ്രിട്ടീഷിനെതിരെ ടിപ്പു സുൽത്താൻ പട നയിക്കുന്ന സമയത്ത് ഇതിന് വിപരീതമായ ഒരവസ്ഥയായിരുന്നു തെക്കേ ഇന്ത്യയിലുണ്ടായിരുന്നു. കാരണം നാട്ടുരാജാക്കന്മാരെ എല്ലാവരും ബ്രിട്ടീഷുകാർ സ്വാധീനിച്ചു കഴിഞ്ഞിരുന്നു. ആ ഒരവസ്ഥയിൽ ടിപ്പു സുൽത്താൻ എല്ലാ നാട്ടുരാജാക്കന്മാർക്കും കത്തയക്കുകയുണ്ടായി. ബ്രിട്ടീഷുകാർ അപകടമാണ്, നമ്മുടെ നാട്ടിനെ പതുക്കെ പതുക്കെ അവർ കവർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്, ഈ നാട്ടിന് ലാസ്റ്റ് നമുക്ക് സ്വാതന്ത്ര്യമില്ലാതായി പോകും, അതുകൊണ്ട് ബ്രിട്ടീഷിനെതിരെ യുദ്ധം ചെയ്യൽ നമ്മുടെ ബാധ്യതയാണെന്ന് ഓരോ നാട്ടുരാജാവിനും കത്തെഴുതുകയുണ്ടായി. ആ സമയത്ത് മലബാറിലും കത്തുകൾ വന്നു. ടിപ്പു സുൽത്താൻ്റെ പ്രദേശമായ ഇന്നത്തെ കർണാടക, അവിടെയുണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ ഹിന്ദു മുസ്ലിം എന്നില്ലാതെ അവിടെയുണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാരും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് യുദ്ധത്തിന് തയ്യാറായി. പക്ഷേ മലബാറിൻ്റെ അവസ്ഥ വിഭിന്നമായിരുന്നു. മലബാറിനെ സംബന്ധിച്ചിടത്തോളം മലബാർ ഹിന്ദുക്കൾ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ. അങ്ങനെ ടിപ്പു സുൽത്താൻ അദ്ദേഹത്തിൻ്റെ പടയോട്ടം ആരംഭിക്കുകയും ബ്രിട്ടീഷിനെതിരെ ശക്തമായ യുദ്ധം അദ്ദേഹം അഴിച്ചുവിടുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിൻ്റെ അത്രമാത്രം പവർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഫ്രാൻസിനോട് പോലും അദ്ദേഹം സഖ്യകക്ഷി, അവരോട് പോലും കത്തെഴുതുകയും അവരുമായി ബന്ധം പുലർത്തുകയും ചെയ്തിരുന്ന
രാജാവായിരുന്നു ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. ആ മഹാനവറുകൾ യുദ്ധം ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മളുടെ കേരളത്തിൽ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന പഴശ്ശിരാജ പോലും ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു. അദ്ദേഹം ടിപ്പുവിനെതിരായിരുന്നു, ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു പഴശ്ശിരാജ് നിലകൊണ്ടിരുന്നത്. അതിനുശേഷം ദീർഘമായ യുദ്ധം 1799 മഹാനവറുകൾ ഷഹീദാകുന്നത്. ആ യുദ്ധത്തിൽ പല ഹിന്ദുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല വർഗീയവാദികളും ചില ഹിന്ദുത്വവാദികളും ടിപ്പു സുൽത്താനെതിരെ ഇപ്പോഴും ടിപ്പു സുൽത്താൻ ഒരു വർഗീയവാദിയായിരുന്നു, ഒരു മതഭ്രാന്തനായിരുന്നു എന്ന് ചിത്രീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നതിനുള്ള കാരണം അതാണ്. ബ്രിട്ടീഷിനോടൊപ്പം നിന്ന ജനങ്ങളെ അദ്ദേഹം ബ്രിട്ടീഷിന്റെ പട്ടാളത്തെ വധിക്കുമ്പോൾ അതിൽ ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. 1793 പഴശ്ശിരാജ ബ്രിട്ടീഷിനോടൊപ്പമാണ് നിന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം അവരുമായുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിലാണ് പഴശ്ശിരാജ ബ്രിട്ടീഷിനെതിരെ തിരിയുന്നത്. ബ്രിട്ടീഷിനെതിരെ തിരിഞ്ഞുകൊണ്ട് പഴശ്ശിരാജാവ് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യുകയും ചരിത്ര വിജയം നേടിയെടുക്കുകയും ചെയ്ത ആ യുദ്ധത്തിൽ ടിപ്പു സുൽത്താന്റെ 6000 പട്ടാളക്കാരെ ടിപ്പു സുൽത്താൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പഴശ്ശിരാജാവിന് സഹായത്തിനു വേണ്ടി. അദ്ദേഹം ഒരു മതഭ്രാന്തനായിരുന്നുവെങ്കിൽ, ഒരു ഹിന്ദു മതത്തിന്റെ ശത്രുവായിരുന്നുവെങ്കിൽ പഴശ്ശിരാജാവിന് എന്തിനാണ് 6000 പട്ടാളക്കാരെ അയച്ചു കൊടുക്കുന്നത് ബ്രിട്ടീഷിനെതിരെ പോരാടാൻ? ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണത്. അതിനുശേഷം ആ സമയത്ത് ഏകദേശം ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു, ഇനി നമുക്കിവിടെ ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല, നമുക്ക് ഇന്ത്യ വിടേണ്ടി വരും. കാരണം ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട് ഇവർക്ക് പിറകെ. അതുകൂടാതെ ഏകദേശം എല്ലാ സ്ഥലത്തെയും നാട്ടുരാജാക്കന്മാരെയും ഇദ്ദേഹം തൻ്റെ വരുതിയിലാക്കിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി പിന്നെ അവരുടെ രണ്ടാമത്തെ പ്ലാൻ ചതിയിലൂടെ എങ്ങനെയെങ്കിലും ടിപ്പു സുൽത്താനെ വധിക്കണമെന്ന് കാണുകയും അങ്ങനെ ചതിയിലൂടെ 1799 ടിപ്പു സുൽത്താനെ അവർ വധിക്കുകയും ചെയ്യുന്നുണ്ട്. വധിച്ചതിന് ശേഷം ആ ശരീരത്തിൽ കയറി നിന്നുകൊണ്ട് അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് മുതൽ ഇന്ത്യ നമ്മുടേതാണ്. ഇന്നു മുതൽ ഇന്ത്യ നമ്മുടേതാണ്. ബഹുമാനികളെ, ഇവിടം കൊണ്ട് തീരുന്നില്ല. ആ സമയത്ത് ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിനെതിരെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നത് രാജ്യത്തിനെതിരെയുള്ള യുദ്ധമാണ് അദ്ദേഹം നടത്തിയത്. രാജ്യത്തിനെതിരെ നിന്ന ആരാണോ അത് മുസ്ലിം ആണെങ്കിലും, ഹൈദരാബാദ് നൈസാമിനെതിരെ ടിപ്പു സുൽത്താൻ പടം നീക്കിയിട്ടുണ്ട്. കാരണം ഹൈദരാബാദ് നൈസാം ബ്രിട്ടീഷിന്റെ ഒപ്പമായിരുന്നു. അദ്ദേഹത്തിന്റെ യുദ്ധം ഒരു മതത്തിന്റെ പേരിലായിരുന്നെങ്കിൽ ഹൈദരാബാദ് നൈസാമിനെതിരെ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അതിനുശേഷം 1803 വീണ്ടും ഈ വിപ്ലവം ഉടലെടുക്കുകയാണ് ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹിയിലൂടെ. മഹാനവറുകൾ ഫത്വ നൽകുകയുണ്ടായി, ഇന്ത്യയിൽ ഇനി ബ്രിട്ടീഷുകാരോട് ജിഹാദ് ചെയ്യൽ ഓരോ മുസ്ലിമിന്റെയും ഫർളാണ്. ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് ഫത്വ ചെയ്യുകയുണ്ടായി. ആദ്യ സമയത്ത് ബ്രിട്ടീഷുകാരുടെ പട്ടാളത്തിൽ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാം ഉണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ബ്രിട്ടീഷുകാരയക്കുന്ന പട്ടാളത്തിൽ ബ്രിട്ടീഷുകാരുടെ പട്ടാളമായിട്ട് മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും പങ്കെടുത്തിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഷാ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഫത്വ കൊടുത്തു. അതിനുശേഷം മഹാനവറുകളെ വിഷം കൊടുത്താണ് അവർ വധിച്ചത്. മഹാനവറുകളുടെ 2 ശിഷ്യന്മാർ, സ്വന്തം സഹോദരൻ പുത്രൻ ഷാ ഇസ്മായിൽ ഷഹീദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അതുപോലെ തന്നെ ശിഷ്യനായ സയ്യിദ് അഹമ്മദ് ഷഹീദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ബ്രിട്ടീഷിനെതിരെ അവരും പട നീക്കുകയും ഷഹീദാകുകയും ചെയ്തവരാണ്. അന്ന് ആ സമയത്ത് സിഖുകാർ ബ്രിട്ടീഷുമായിട്ട് സഖ്യത്തിലായിരുന്നു. ആ സിഖുകാരുമായിട്ടുള്ള യുദ്ധത്തിലാണ് ആ 2 മഹാന്മാരും ഷഹീദാകുന്നത്. അതിനുശേഷം ഈ ഫത്വ ഹസ്രത്ത് മൗലാന ഫദുൽ ഹഖ് ഹൈറാബാദി റഹ്മത്തുള്ളാഹി തആല അലൈഹി വീണ്ടും കൊടുത്തു. ഇന്ത്യൻ മുസ്ലിമീങ്ങൾ പൂർണ്ണമായിട്ടും ബ്രിട്ടീഷിന് എതിരെ നിൽക്കണം, ബ്രിട്ടീഷിനോടൊപ്പം നിൽക്കാൻ പാടില്ല, ബ്രിട്ടീഷിനോടെതിരെ യുദ്ധം ചെയ്യൽ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്, കടമയാണ് എന്ന ഫത്വ കൊടുക്കുകയുണ്ടായി. അതിൻ്റെ പേരിൽ മഹാനവറുകളെ അറസ്റ്റ് ചെയ്തു, കോടതിയിൽ ഹാജരാക്കി. കോടതിയിൽ ജഡ്ജി ചോദിച്ചു, ഇദ്ദേഹത്തിൻ്റെ ഫത്വയ്ക്ക് തെളിവെന്താണ്? എതിർഭാഗത്തോട് ചോദിച്ചു, ഇദ്ദേഹം കൊടുത്ത ഫത്വയ്ക്ക് തെളിവെന്താണ്?
ആ ആരോപണം നിങ്ങൾ സ്ഥിരീകരിക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, തെളിവ് വേണ്ട, ഇപ്പോഴും ഞാൻ ആ ഫത്വ തന്നെയാണ് കൊടുക്കുന്നത്. ഞാനാണ് ആ ഫത്വ കൊടുത്തത്, ഇപ്പോഴും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു, ഇനി ഇതിൽ പരം തെളിവ് എന്തിനാണെന്ന് ചോദിക്കുകയുണ്ടായി. അത്രമാത്രം ചങ്കൂറ്റത്തോടെ നിലകൊണ്ടിരുന്ന ഉലമാക്കളായിരുന്നു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഘട്ടം ഘട്ടമായി ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്നും ഓരോരുത്തർ കൊഴിയാൻ തുടങ്ങി. അങ്ങനെ ഒരു ജമാഅത്ത് രൂപപ്പെടുകയും 1857 വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുകയുണ്ടായി. ഭാഗ്യമെന്ന് പറയാം, ചരിത്ര പുസ്തകങ്ങളിൽ ഇപ്പോഴും അതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും ഒന്നാം സ്വാതന്ത്ര്യ സമരം അത് ഏതാണെന്ന് ചോദിച്ചാൽ ചരിത്ര പുസ്തകത്തിൽ 1857. അതിനു മുമ്പുള്ളതെല്ലാം വിസ്മരിക്കപ്പെട്ടു. പക്ഷെ അതിന് നേതൃത്വം കൊടുത്തത് ഇസ്ലാമിക പണ്ഡിതരായിരുന്നു. 1857 സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തത് മുസ്ലിം പണ്ഡിതരായിരുന്നു. മീററ്റിൽ, ഷാംലിയിൽ, മുസഫർ നഗറിൽ എന്ന് തുടങ്ങുന്ന വ്യത്യസ്തമായ സ്ഥലങ്ങളിലെല്ലാം അവിടെ ആലിമീങ്ങൾ, ബഹുമാനപ്പെട്ട ഷാ ഇംദാദുല്ല മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി തആല അലൈഹി, ഖാസിം നാനൂത്തവി റഹ്മത്തുള്ളാഹി തആല അലൈഹി, റഷീദ് അഹമ്മദ് ഗംഗോഹി റഹ്മത്തുള്ളാഹി തആല അലൈഹി, സയ്യിദ് ഷഹീദ് ലാമിൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി തുടങ്ങിയ മഹാന്മാരാണ് ആ ഓരോരോ യുദ്ധത്തിനും നേതൃത്വം കൊടുത്തിരുന്നത്. അവരാണ് ആ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ യുദ്ധം എത്രത്തോളമായിരുന്നു വെച്ചാൽ ഉത്തരേന്ത്യയിൽ നിന്ന് തുടങ്ങി ഇന്ത്യയുടെ മധ്യഭാഗമായ ബോംബെ വരെയുള്ള ജനങ്ങൾ, ഹിന്ദു ആകട്ടെ മുസ്ലിം ആകട്ടെ, എല്ലാവരും അത് ഏറ്റെടുക്കുകയും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു വിപ്ലവം തന്നെ പൊട്ടിപ്പുറപ്പെടുന്നത് ആ യുദ്ധത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ യുദ്ധം ബ്രിട്ടീഷുകാരെ ഒരുപാട് അസ്വസ്ഥരാക്കുകയുണ്ടായത് 1857 യുദ്ധമാണ്. അതുകൊണ്ട് അതിനെ കുറച്ച് കാണിക്കാൻ വേണ്ടി, അതിനെ അവഹേളിക്കാൻ വേണ്ടി അവർ പേരിട്ടതാണ് സിപ്പായി ലഹള എന്നത്. നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ പഠിക്കാറുണ്ട് സിപ്പായി ലഹള. അതിനെ കുറച്ച് കാണിക്കാൻ വേണ്ടി അവരിട്ട പേരാ. സിപ്പായി ലഹള എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്ന് കുറച്ചു പേര് മാറി നിന്നുകൊണ്ട് ബ്രിട്ടീഷിനെതിരെ യുദ്ധം ചെയ്തു, അങ്ങനെയല്ല. അത് ആലിമീങ്ങൾ നേതൃത്വം കൊടുത്ത യുദ്ധമാണ്. അത് മനസ്സിലാക്കിയ ബ്രിട്ടീഷ് ഭരണകൂടം പിന്നെയുള്ള 100 വർഷക്കാലം ഉലമാക്കൾക്ക് എതിരെ ചെയ്ത അതിക്രമങ്ങൾ, ബഹുമാനമുള്ള സഹോദരന്മാരെ, ചരിത്ര ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് ചോര വരും, കണ്ണുനീരല്ല വരുന്നത്. ആ രീതിയിൽ ഉലമാക്കളെ പീഡിപ്പിക്കുകയുണ്ടായി. കാരണം അവർക്ക് മനസ്സിലായി ഈ യുദ്ധത്തിൻ്റെ പിറകിൽ പരിശ്രമിച്ചത് മുഴുവനും ആലിമീങ്ങളാണ്. അതുകൊണ്ട് ചരിത്രകാരന്മാർ, അവരുടെ തന്നെ ചരിത്രകാരനായ തോംസൺ എഴുതുന്നുണ്ട്, ഡൽഹിയിലെ ചാന്ദിനി ചോക്ക് മുതൽ ലാഹോർ വരെ ഒരു മരവും പോലും വിട്ടിട്ടില്ല. ഓരോ മരത്തിൽ നോക്കിയാലും ഒരു പണ്ഡിതന്റെ ശരീരം കെട്ടിത്തൂക്കിയിട്ടതായിട്ട് കാണാൻ കഴിയും. 15,000 പണ്ഡിതരാണ് അതിനുശേഷം ഷഹീദാക്കപ്പെട്ടത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, ചരിത്രം വിശാലമാണ്. ബഹുമാനപ്പെട്ട ജാഫർ ഥാൻസേരി റഹ്മത്തുള്ളാഹി തആല അലൈഹി കാലാപാനിയിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എഴുതുന്നുണ്ട്, ഞങ്ങളെ എങ്ങനെയാണ് അവിടെ പീഡിപ്പിച്ചത് എന്ന്. ഇരുമ്പിൻ്റെ കൂട്ടിലിട്ടുകൊണ്ട്, ആ ഇരുമ്പിൻ്റെ കൂട്ടിലൊന്ന് ചാരി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ, എല്ലാ ഭാഗത്തും മുള്ളുകൾ തറച്ചു വെച്ച അവസ്ഥയിൽ, ഞങ്ങളുടെ കൈകൾ ബന്ധിച്ച്, കാലുകൾ ബന്ധിച്ച്, ശരീരത്ത് മുഴുവനും ചങ്ങലയിട്ട അവസ്ഥയിൽ ഞങ്ങളുടെ കുടുംബക്കാരുടെ മുമ്പിൽ ഞങ്ങളെ കൊണ്ടുപോയി നിർത്തി. എൻ്റെ 8 വയസ്സുള്ള മോൻ എന്നെ കണ്ടു പൊട്ടിക്കരയുകയുണ്ടായി. അപ്പൊ മോനോട് ഞാൻ പറഞ്ഞു, നിന്റെ ഉപ്പ ഇന്നല്ലെങ്കിൽ നാളെ മഹ്ശറയിൽ നിന്നെ കാണാം, നാളെ ഹൗദുൽ കൗസറിൽ വെച്ച് നിനക്ക് കാണാൻ കഴിയും. അതല്ല എങ്കിൽ അള്ളാഹുവിൻ്റെ തീരുമാനമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് മോചിതനായി വന്ന് നിന്നെ കാണാം. നീ കരയുന്നത് എന്തിനാണ് എന്ന് എൻ്റെ കൊച്ചു മകനോട് എനിക്ക് പറയേണ്ടി വന്നു. ഈ രീതിയിൽ നമ്മുടെ ഉലമാക്കൾ ത്യാഗം സഹിക്കുകയുണ്ടായി. 5 ലക്ഷം മുസ്ലിമീങ്ങളാ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി, ഈ സ്വാതന്ത്ര്യ യുദ്ധത്തിൽ 5 ലക്ഷം മുസ്ലിമീങ്ങളോളം വധിക്കപ്പെടുകയുണ്ടായി. ഇതിനുശേഷം ഷാംലിയിലെ യുദ്ധവും പരാജയപ്പെട്ടതിന് ശേഷം മറ്റൊരു ഫിത്ന, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു ഫിത്ന ഉടലെടുക്കുകയുണ്ടായി. അതാണ് ബ്രിട്ടീഷ് ക്രൈസ്തവ മിഷണറി പ്രവർത്തകരുടെ ഫിത്ന. അന്നുണ്ടായിരുന്ന വൈസ്രോയിമാരെല്ലാം തീരുമാനിച്ചതായിരുന്നു, ജനതയെ, ഇന്ത്യൻ ജനങ്ങളെ ക്രിസ്തുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്യണം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ തുടങ്ങി. നമ്മൾ ശിപ്പായി ലഹള ചരിത്രം വായിച്ചു നോക്കുമ്പോൾ ഇതെല്ലാം നമുക്കതിനകത്ത് കാണാം. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ അവിടെ തുടങ്ങി. അടുത്തതാണ്, അടുത്ത പുതിയ തലമുറയെ നമുക്ക് ബ്രിട്ടീഷ് തലമുറയാക്കി വളർത്തണം. അതിനുവേണ്ടി അവർ ചെയ്ത, ബ്രിട്ടീഷ് തലമുറയാക്കി വളർത്താൻ വേണ്ടി അവർ ചെയ്തതാണ്, അവർ മിഷണറിമാർ സ്കൂളുകൾ തുടങ്ങുകയും
എന്നിട്ട് നമ്മുടെ മുസ്ലിം വീടുകളിൽ ചെന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മക്കളെ ഞങ്ങൾ ഫ്രീ ആയി വിദ്യാഭ്യാസം കൊടുക്കാം, ഫ്രീ ആയി പഠിപ്പിക്കാം, ഫ്രീ ആയി അവർക്ക് വസ്ത്രങ്ങൾ നൽകാം, ഞങ്ങൾ നിങ്ങളുടെ മക്കളെ നല്ലൊരു സംസ്കാരത്തിന് ഉടമകളാക്കി മാറ്റാം. ഏത് സംസ്കാരം? ബ്രിട്ടീഷ് സംസ്കാരത്തിന് ഉടമകളാക്കാം. ഇത് മണത്തറിഞ്ഞ നമ്മുടെ പണ്ഡിതർ മഹാന്മാർ 1866 ഫ്രീ ആയിട്ട് ദീനി വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി സ്ഥാപിച്ച സ്ഥാപനമാണ് ദാറുൽ ഉലൂം ദെയ്യൂബന്ദ് എന്ന് പറയുന്ന സ്ഥാപനം. അന്ന് ആ സ്ഥാപനം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഭാരവാഹികൾ, ആ സ്ഥാപനത്തിന് ആദ്യം തൊട്ട് അവസാനം വരെ അതിനുവേണ്ടി ത്യാഗം ചെയ്ത ഉലമാക്കൾ ആർക്കും തന്നെ 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. ഖാസിം നാനുത്തവി, റഷീദ് അഹമ്മദ് ഗംഗോഹി, ആബിദ് ഹുസൈൻ ദെയ്യൂബന്ദി തുടങ്ങിയ പണ്ഡിതന്മാർ ആർക്കും 40 വയസ്സ് പോലും തികഞ്ഞിട്ടില്ല. ഈ മഹാന്മാരെല്ലാവരും ചേർന്ന് സ്ഥാപിച്ച ആ സ്ഥാപനമാണത്. ഇതിനുശേഷം ഈ സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയ ബഹുമാനപ്പെട്ട മഹ്മൂദ് ഹസൻ ദെയ്യൂബന്ദി, ഇവിടുത്തെ ആദ്യത്തെ ശിഷ്യൻ, ഈ സ്ഥാപനത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി, അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരം അദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. അദ്ദേഹം മനസ്സിലാക്കി, ഒറ്റയ്ക്ക് ഇന്ത്യയിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടാൻ പാടാണ്, ഒരുപാട് സഖ്യകക്ഷികൾ നമുക്ക് വേണം. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ, അതിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട ആബിദ് സിന്ധിയെ പോലുള്ള ശിഷ്യന്മാരെ അദ്ദേഹം അഫ്ഗാനിസ്ഥാനിലൊക്കെ അയച്ചു. എന്തിനു വേണ്ടിയാണ്? ആ സമയത്ത് തുർക്കിയിൽ ഖിലാഫത്തായിരുന്നു. തുർക്കി ഖിലാഫത്ത്, ഉസ്മാനി ഖിലാഫത്ത്. ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ ഒട്ടോമൻ എംപയർ എന്നറിയപ്പെടുന്ന ഉസ്മാനി ഖിലാഫത്തായിരുന്നു തുർക്കിയിൽ ഉണ്ടായിരുന്നത്. അപ്പൊ തുർക്കി ഖിലാഫത്തിന്റെ സഹായം തേടി നമുക്ക് ഒരുമിച്ച് നിന്ന് ബ്രിട്ടീഷിനെ തുരത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി. അതിനുവേണ്ടി മഹാനവറുകൾ ഹിജാസിലേക്ക് യാത്ര ചെയ്തു. മക്കയിൽ 2 വർഷം കഴിഞ്ഞുകൂടി. അവിടെ വെച്ച് മക്ക ഷെരീഫിന്റെ ചതിയിലൂടെ അദ്ദേഹത്തിന് മാൾട്ട ജയിലിലേക്ക് പോകേണ്ടി വന്നു, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്കും. പക്ഷേ അദ്ദേഹം ഏറ്റെടുത്ത ഈ വിപ്ലവം, അതിൻ്റെ പേരാണ് സിൽക്ക് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന പട്ട് വിപ്ലവം. കാരണം പട്ടിന്റെ തുണിയിലാണ് കത്തിടപാടുകൾ നടത്തിയത് ശിഷ്യനും ഉസ്താദും തമ്മിൽ. അതിനുശേഷം ആ വിപ്ലവം ഏറ്റെടുക്കുകയുണ്ടായി. ബഹുമാനം ഗാന്ധിജി വരെ ഏറ്റെടുത്തു. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒട്ടാകം യാത്ര ചെയ്തു, ഈ വിപ്ലവത്തിന്റെ ഭാഗവാക്കുകൾ ഹിന്ദുക്കളാകണം, ഖിലാഫത്ത് പ്രസ്ഥാനത്തെ നമ്മൾ ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല, നമ്മളും അതിൻ്റെ ഭാഗമാകണം എന്ന് ഗാന്ധിജിയും എന്ത് ചെയ്തു? ഇന്ത്യ ഒട്ടാകെ യാത്ര ചെയ്തു. മുഹമ്മദ് അലി ജൗഹർ ഗാന്ധിജിയും കൂടെ ചേർന്നാണ് കേരളത്തിൽ വന്നത്. ഈ വിപ്ലവം ഇത് ഏറ്റെടുക്കണമെന്ന്. അന്ന് മലബാറിലുണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ 50,000 മുസ്ലിമീങ്ങളാണ് അന്ന് കാപ്പാട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അദ്ദേഹം ബോംബെയിൽ വെച്ചാണ് ഗാന്ധിജിയുടെ ഈ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ചേർന്ന് പ്രവർത്തിക്കാമെന്ന് മനസ്സിലാക്കി അദ്ദേഹം കേരളയ്ക്ക് തിരിച്ചു വന്നത്. അദ്ദേഹത്തിന്റെ ഉസ്താദ് എന്ന് തുടങ്ങുന്ന ഉലമാക്കളുടെ ഒരു വലിയ, അന്നുണ്ടായിരുന്ന ഉലമാക്കളുടെ ഒരു സംഘം കേരളത്തിൽ ഈ പ്രസ്ഥാനം അത് ഏറ്റെടുക്കുകയും ഇതിനുവേണ്ടി പരിശ്രമിക്കാനും തുടങ്ങി. അവിടെയും ബ്രിട്ടീഷുകാർ മുസ്ലിമീങ്ങളുടെ ഈ പരിശ്രമത്തെ ചെറുതായി കാണാൻ വേണ്ടി അതിനും പേരിട്ടത്, അവിടെ സിപ്പായി ലഹളയാണ് ഉത്തരേന്ത്യയിൽ പേരിട്ടതെങ്കിൽ ദക്ഷിണേന്ത്യയിൽ അതിന് പേരിട്ടത് മാപ്പിള ലഹള എന്നാണ്. അതിനെ നിസാരവൽക്കരിക്കാൻ വേണ്ടി അതൊരു മാപ്പിള ലഹളയാക്കി മാറ്റി, അത് ഹിന്ദു മുസ്ലിം ലഹളയാക്കി മാറ്റി. ഒരിക്കലും അവിടെ ഹിന്ദു മുസ്ലിം ലഹള ഉണ്ടായിരുന്നില്ല. ഈ സംഘത്തിൽ ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അത് ബ്രിട്ടീഷിനെതിരെയുള്ള യുദ്ധമായിരുന്നു. ബഹുമാനപ്പെട്ട വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി തആല അലൈഹി ഷഹീദാക്കപ്പെട്ടു. ഷഹീദാകാൻ നേരത്ത് അദ്ദേഹത്തെ കസേരയിൽ വരിഞ്ഞു മുറുക്കി തലയിൽ അദ്ദേഹത്തിന്റെ സാധാരണ കറുത്ത തുണി ഇടുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കറുത്ത തുണിയിട്ട് പുറകിൽ നിന്ന് വെടിവെച്ചാണല്ലോ കൊല്ലുന്നത്, എനിക്കങ്ങനെ ചാകണ്ട, എനിക്കങ്ങനെ മരിക്കണ്ട, എൻ്റെ നെഞ്ചത്ത് നേരിട്ട് നിങ്ങൾ വെടിവിതർത്തണം, എൻ്റെ മുഖം എൻ്റെ മണ്ണിൽ വീണ് എനിക്ക് മരിക്കണം എന്ന് പറയുകയുണ്ടായി. ബഹുമാനമുള്ള സഹോദരന്മാരെ, മുഹമ്മദ് അലി ജൗഹർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണ്, അദ്ദേഹം ബ്രിട്ടനിലേക്ക് പോയി. ബ്രിട്ടനിൽ എല്ലാവരും അന്നത്തെ കാലത്ത് ആലോചന നടത്തി, മീറ്റിംഗ് നടത്തി, ഗാന്ധിജി ഉൾപ്പെടെയുള്ളവർ ചേർന്ന് മീറ്റിംഗ് നടത്തിയിട്ട് ബ്രിട്ടനിൽ ഈ നമ്മുടെ കാര്യം അവതരിപ്പിക്കേണ്ടത് മുഹമ്മദ് അലി ജൗഹറാണ്, അദ്ദേഹം പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ്. അവിടെ പോയി പറഞ്ഞ വാക്കെന്താണ്? എനിക്ക് അടിമയായ എൻ്റെ രാജ്യത്തിലേക്ക് മടങ്ങേണ്ട ആവശ്യമില്ല, ഒന്നുകിൽ എൻ്റെ രാജ്യത്തിന് നിങ്ങൾ സ്വാതന്ത്ര്യം തരണം, അല്ലെങ്കിൽ ഇവിടെ ഒരിക്കൽ 6 അടി മണ്ണ് തരണം. ബഹുമാനികളെ, അദ്ദേഹം ബ്രിട്ടനിലാണ് മരിക്കുക.
ബ്രിട്ടനിലാണ് അദ്ദേഹം മരിച്ചത്. പിന്നെ അദ്ദേഹത്തെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയി അവിടെയാണ് കബറടക്കിയത്. ആലിമീങ്ങൾ ഈ പ്രസ്ഥാനത്തിന്, ഈ പരിശ്രമത്തിന് നേതൃത്വം നൽകിയത് കൊണ്ട് മുസ്ലിമീങ്ങളിൽ ആരാണോ ഈ നേതൃനിരത്തിലേക്ക് വരുന്നത് അവരെ എല്ലാം അന്നത്തെ കാലത്ത് പറഞ്ഞിരുന്ന വാക്കായിരുന്നു മൗലാന എന്നത്. മുഹമ്മദ് അലി ജൗഹർ മൗലാന ആയിരുന്നില്ല, അദ്ദേഹം ഷൗക്കത്ത് അലി ജൗഹർ മൗലാന ആയിരുന്നില്ല. പക്ഷേ ആലിമീങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിന്റെ നേതൃനിരയിൽ നിൽക്കുന്നത് ആലിമീങ്ങളായതുകൊണ്ട് അവർക്ക് അന്നത്തെ ജനങ്ങൾ കൊടുത്തിരുന്ന പേര് മൗലാന എന്നായതുകൊണ്ടാണ് അദ്ദേഹം മൗലാനയായത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിയാണ്, അദ്ദേഹം അലിഗഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച വ്യക്തിയാണ്, അദ്ദേഹം മദ്രസയിൽ പഠിച്ച വ്യക്തിയല്ല. ഈ ത്യാഗം നമ്മുടെ ഉലമാക്കൾ ചെയ്തതാണ്, നമ്മുടെ ഉലമാക്കളുടെ ത്യാഗമാണ് ഇതല്ല. ബഹുമാനമുള്ള സഹോദരന്മാരെ, അവസാനം കയറി വന്ന ഒരു സമൂഹം ലാസ്റ്റ് അവരുടെ പേരിൽ സ്വാതന്ത്ര്യ സമരം എന്ത് ചെയ്യപ്പെട്ടു, അറിയപ്പെട്ടു. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിന്റെ പ്രസിഡന്റ് മഹാത്മാഗാന്ധി ആണെങ്കിൽ അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ആരാണെന്ന് നിങ്ങൾ നോക്ക്, അബുൽ കലാം ആസാദ് ആണ്. മൗലാന അബുൽ കലാം ആസാദ് വലിയ പണ്ഡിതനായിരുന്നു, ഖുർആന്റെ തഫ്സീർ എഴുതിയ മഹാനാണ്. അതിന് തൊട്ടു മുമ്പുള്ള പ്രസിഡന്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് നോക്ക്, മുഹമ്മദ് അലി ജൗഹർ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുമ്പോൾ ഗാന്ധിജിക്ക് 14 വയസ്സേ ഉള്ളൂ. 1885 രൂപീകരിക്കുന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, നമ്മുടെ ഉലമാക്കളുടെ ത്യാഗം, ഇത് കൂടാതെ പാകിസ്ഥാനിൽ എന്തെല്ലാം ത്യാഗങ്ങളാണ് നമ്മുടെ ഉലമാക്കൾ സഹിച്ചതെന്ന് അറിയുമോ? അപ്പൊ പറയാം അത് പാകിസ്ഥാനിലെന്ന്. പാകിസ്ഥാൻ പിന്നെ ഉണ്ടായതാ, ആദ്യം അത് ഇന്ത്യയായിരുന്നു, അത് ഇന്ത്യയായിരുന്നു. ഇന്ത്യൻ ഉലമാക്കളുടെ ത്യാഗമാണ് അവിടെ നടന്നത്. ബഹുമാനമുള്ള സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്ക് മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മൾ ആരാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെ ചരിത്രം എന്താണ്, നമുക്ക് ഈ രാജ്യത്തിന് നമ്മളുടെ പവർ എന്താണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം നമ്മുടെ അടുത്ത തലമുറ ഈ ചരിത്രങ്ങളെല്ലാം വിസ്മരിക്കപ്പെട്ടാൽ നമ്മുടെ അടുത്ത തലമുറ പിന്നെ ഒന്നുമില്ലാതായി പോകും. നമ്മുടെ അസ്തിത്വം തന്നെ നമ്മുടെ ചരിത്രത്തിലാണ്. അതുകൊണ്ട് ചരിത്രം എല്ലാവരും പഠിക്കണം. ഇസ്ലാം, നമ്മുടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ ചരിത്രം നമ്മൾ പഠിക്കണം, അത് മനസ്സിലാക്കണം. ഇത് ഈ സ്വാതന്ത്ര്യം അത് നമ്മുടേതാണ്, ഈ ഇന്ത്യ അത് നമ്മുടേതാണ്, എല്ലാവരുടെയുമാണ്. ഇതിനകത്ത് ആരെയും ഒറ്റപ്പെടുത്താൻ കഴിയില്ല. എല്ലാവരും ചേർന്നാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.